ഇന്ന് നമ്മൾ കിടക്കാൻ പോകുന്നത് ഭൗതിക മാറ്റവും രാസമാറ്റവും എന്ന് പറയുന്ന ടോപ്പിക്കിലേക്കാണ് കേട്ടോ. ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് ആൻഡ് എന്താണ്? കെമിക്കൽ ചേഞ്ച് ആണ്. കടലാസ് കത്തുന്നതും മെഴുക് ഉരുകുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മെഴുക് ഉരുകുമ്പോൾ അതിൻ്റെ രാസ സ്വഭാവത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ? അപ്പോൾ നോക്കിയ മക്കളെ, ഇവിടെ നമ്മൾ മെഴുകുതിരി എന്താ ചെയ്യുന്നത്? ഉരുകുന്നു അല്ലേ? മെഴുകുതിരി എന്താ ചെയ്യുന്നത്? ഉരുകുന്നു. മെഴുക് ഉരുകുന്നു. മെഴുക് ഉരുകുമ്പോൾ ഇതിന് രാസ സ്വഭാവത്തിൽ എന്ത് വരുന്നില്ല? വ്യത്യാസങ്ങൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ വരുന്നില്ല. എന്നാൽ അടുത്ത് നോക്കിക്കേ, കടലാസ് കത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കടലാസ് കത്തുമ്പോൾ അത് കടലാസ് കത്തി കുറച്ച് ചാരമായിട്ട് മാറുന്നു അല്ലേ? അപ്പൊ അതിന്റെ സ്വഭാവത്തിൽ എന്ത് വരുന്നുണ്ട്? മാറ്റം വരുന്നുണ്ട്. മെഴുക് ഉരുകുന്നത് ഭൗതിക മാറ്റവും. അപ്പൊ മെഴുക് ഉരുകുന്നത് എന്താണ്? ഒരു ഭൗതിക മാറ്റമാണ്. കടലാസ് കത്തുന്നത് രാസമാറ്റമാണ്. കടലാസ് കത്തുന്നത് എന്ത് മാറ്റമാണ്? രാസമാറ്റമാണ്. നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത് നോക്കിക്കേ, ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മളൊരു എക്സാമ്പിൾ തന്നെ ഫസ്റ്റ് എക്സാമ്പിൾ എന്താ നോക്കിക്കേ, പാല് തൈരാകുന്നു. ഫസ്റ്റ് എക്സാമ്പിൾ എന്താണ്? പാല് തൈരാകുന്നു അല്ലെ? അപ്പൊ പാല് തൈരാകുന്നത് നമുക്കറിയാം എന്ത് മാറ്റാണ് മക്കളെ? പുതിയൊരു സാധനം അവിടെ ഉണ്ടാകുന്നുണ്ട് അല്ലെ? പുതിയൊരാൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. സോ അതെന്ത് മാറ്റാണ്? നമ്മുടെ രാസമാറ്റമാണ് അല്ലെ? എന്ത് മാറ്റാണ്? രാസമാറ്റമാണ് കേട്ടോ. അടുത്തത് മെഴുക് ഉരുകുന്നു. എന്ത് മാറ്റം തന്നെയാണ്? നമ്മുടെ മെഴുക് ഉരുകുന്നു എന്ന് വെച്ചാൽ നമ്മുടെ മോളിൽ പറഞ്ഞു അല്ലെ? മെഴുക് ഉരുകുന്നത് എന്ത് മാറ്റാണ്? ഭൗതിക മാറ്റമാണ്. എന്ത് മാറ്റാണ്? ഭൗതിക മാറ്റമാണ്. അടുത്തെന്താണ്? മെഴുകുതിരി കത്തുന്നു. ഇത് ഒന്നല്ല കേട്ടോ മക്കളെ. മെഴുകുതിരി കത്തുന്നു വെച്ചാൽ വേറെയാണ് കേട്ടോ. ഇതെന്ത് മാറ്റാണ്? രാസമാറ്റമാണ് കേട്ടോ. മെഴുകുതിരി കത്തുന്നത് എന്താണ്? രാസമാറ്റം. അത് വേർതിരിച്ച് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ജലം ഐസാകുന്നു. ജലം ഐസാകുന്ന എന്ത് മാറ്റാണ്? ഭൗതിക മാറ്റം. പുതിയ ആരും അവിടെ ഉണ്ടാകുന്നില്ല. അപ്പൊ എന്ത് മാറ്റാണ്? ഭൗതിക മാറ്റാണ് കേട്ടോ. ഐസ് ഉരുകുന്നു. ആരെങ്കിലും പുതിയതായിട്ട് അവിടെ ഉണ്ടാകുന്നുണ്ടോ? ആരും ഉണ്ടാകുന്നില്ല അല്ലെ? അപ്പൊ എന്താണ്? ഭൗതിക മാറ്റാണ് കേട്ടോ. ഭൗതിക മാറ്റം. അടുത്തെന്താണ്? ഉപ്പ് ജലത്തിൽ ലയിക്കുന്നു. ഏത് മാറ്റാണ്? ഉപ്പ് ജലത്തിൽ ലയിക്കുന്ന ഏത് മാറ്റാണ്? പുതിയ ആരും അവിടെ ഉണ്ടാകുന്നില്ല. സോ ഭൗതിക മാറ്റം തന്നെയാണ് കേട്ടോ. അടുത്തെന്താണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നു. തുരുമ്പ് പുതിയതായിട്ട് ഉണ്ടാകുന്നതാണ് അല്ലേ? അപ്പൊ ഏതാ? രാസമാറ്റാണ് കേട്ടോ. രാസമാറ്റം. വിറക് കത്തുന്നു. എന്ത് മാറ്റാണ്? രാസമാറ്റാണ് കേട്ടോ. വിറക് കത്തുന്ന എന്ത് മാറ്റാണ്? രാസമാറ്റമാണ്. സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമായിരുന്നു കേട്ടോ. ഫസ്റ്റ് വൺ ഏതാണ്? കേർലിംഗ് ഓഫ് മിൽക്ക്. പാല് തൈരാകുന്നു. പാല് തൈരാകുന്ന എന്ത് മാറ്റാണ്? കെമിക്കൽ ചേഞ്ച് ആണ് കേട്ടോ. എന്ത് മാറ്റാണ്? കെമിക്കൽ ചേഞ്ച് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. സീന്ന് മാത്രമേ എഴുതുന്നുള്ളൂ, മിസ് മൊത്തം എഴുതുന്നില്ല കേട്ടോ. മെൽറ്റിംഗ് ഓഫ് വാക്സ്. അപ്പൊ മിസ് പറഞ്ഞു മെൽറ്റിംഗ് ഓഫ് വാക്സ് എന്തായിരുന്നു? നമ്മുടെ മോളിൽ പറഞ്ഞു അല്ലെ? എന്ത് ചേഞ്ച് ആണ്? ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലെ? അടുത്ത് നോക്കിക്കേ, ബേണിംഗ് ഓഫ് കാൻഡിൽ. ഇത് ഏത് ചേഞ്ച് ആണെന്ന് പറഞ്ഞേ? ഇത് കെമിക്കൽ ചേഞ്ച് ആണ്. ഫോർമേഷൻ ഓഫ് ഐസ്. പുതിയ ആരെങ്കിലും അവിടെ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത് ഫിസിക്കൽ ചേഞ്ച് ആണ്. മെൽറ്റിംഗ് ഓഫ് ഐസ്. അത് എന്ത് ചേഞ്ച് തന്നെയാണ്? ഫിസിക്കൽ ചേഞ്ച് തന്നെയാണ് അല്ലെ? പുതിയ ആരും അവിടെ ഉണ്ടാകുന്നില്ല. ഡിസൊല്യൂഷൻ ഓഫ് സാൾട്ട് ഇൻ വാട്ടർ. അത് ഏത് തന്നെയാണ്? ഫിസിക്കൽ ചേഞ്ച് തന്നെയാണ് കേട്ടോ. റസ്റ്റിംഗ് ഓഫ് അയൺ. അവിടെ പുതിയൊരാൾ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് അത് എന്ത് ചേഞ്ച് ആണ്? കെമിക്കൽ ചേഞ്ച് ആണ്. ബേണിംഗ് ഓഫ് ഫയർ ഫുഡ്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? വിറക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ചാരമായിട്ട് പുതിയൊരാൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കത് പറയാം എന്ത് ചേഞ്ച് ആണെന്ന് പറയാം? കെമിക്കൽ ചേഞ്ച് ആണ് എന്ന് പറയാം കേട്ടോ. ഇനി അടുത്തതിലേക്ക് പോയാലോ. അടുത്ത എന്താണ്? ഒരു പാത്രത്തിൽ ഐസ് എടുത്ത് ചൂടാക്കുക. എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് തന്നെ അറിയാം. ഐസ് എടുത്ത് ചൂടാക്കി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നതായിട്ട് കാണാം? ഐസ് ചൂടാക്കി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നതായിട്ട് കാണാം? വെള്ളമായിട്ട് മാറുന്നതായിട്ട് കാണാം അല്ലെ? ചൂടാക്കുന്നത് തുടർന്നാൽ എന്ത് സംഭവിക്കും? ചൂടാക്കുന്നത് തുടർന്നു കഴിഞ്ഞാൽ ഇത് തിളയ്ക്കുന്നതായിട്ട് കാണാം. ജലം തിളച്ച് നീരാവി ഉണ്ടാകാൻ തുടങ്ങിയില്ല. കുറേ നമ്മളങ്ങ് തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് എന്തുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം? നീരാവി ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെ? വേപ്പർ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി നോക്കിക്കേ, ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ പദാർത്ഥങ്ങളുടെ കണികാ ക്രമീകരണം നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഓരോ അവസ്ഥയിലും കണികകൾ തമ്മിലുള്ള അകലം, അവ തമ്മിലുള്ള ആകർഷണ ബലം, കണികകളുടെ ചലന വേഗത, ഊർജം എന്നിവയെക്കുറിച്ച് എഴുതാമോ? അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെയും നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് വണ്ണ് ഖരമാണ് പറഞ്ഞേക്കുന്നത്. ഖരത്തിൻ്റെ കണികകൾ തമ്മിലുള്ള അകലം വളരെ കുറവായിരിക്കും കേട്ടോ. വളരെ എന്താണ്? കുറവാണ്. നെക്സ്റ്റ് അടുത്തത്, കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത്
വളരെ കൂടുതലാണ് കേട്ടോ. ആകർഷണ ബലം എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതലാണ്. കാരണം എന്താ? ആകർഷണ ബലം വളരെ കൂടുതലാവാനുള്ള കാരണം എന്താന്ന് പറഞ്ഞു മക്കളെ? ഇപ്പം നമ്മുടെ ഇത് കല്ല് ഒരു എക്സാമ്പിൾ ആണ് അല്ലേ. കല്ലൊക്കെ എവിടെയെങ്കിലുമൊക്കെയാണോ കണികകൾ കിടക്കുന്നത്? അല്ല, അത്രയും അടുത്താണ് കിടക്കുന്നത് അല്ലേ. സോ അതിന്റെ ആകർഷണ ബലം എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതലാണ്. കണികകളുടെ ചലനം വളരെ കുറവ് അല്ലേ. അങ്ങനെ ചലിക്കാൻ പറ്റുമോ? ഇല്ല, കാര്യമായിട്ട് ചലിക്കാനൊന്നും പറ്റില്ല. കണികകളുടെ ഊർജം എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറവ് തന്നെയാണ് കേട്ടോ. കാര്യമായിട്ട് ഊർജ്ജമൊന്നുമില്ല, വളരെ കുറവ് തന്നെയാണ്. റെഡിയാണോ? നെക്സ്റ്റ് അടുത്ത് കേട്ടോ, ദ്രാവകം കണികകൾ തമ്മിലുള്ള അകലം നമുക്ക് എന്ത് എഴുതാം? ഗരത്തിനേക്കാളും കൂടുതലുണ്ട് കേട്ടോ. ഗരത്തിനേക്കാളും കൂടുതൽ എഴുതാം കേട്ടോ. ഗരത്തിനേക്കാളും കൂടുതൽ അകലുണ്ട് അല്ലേ. കൂടുതൽ അകലമുണ്ട്. ഇവരെ കമ്പയർ ചെയ്തിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ, ഗരത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലാണെന്ന് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. കണികകൾ തമ്മിലുള്ള ആകർഷണം ഗരത്തെ അപേക്ഷിച്ച് കൂടുതലാണ്. കണികകളുടെ ചലനം എന്ന് പറയുന്നത് എന്താണ്? സോളിഡിനേക്കാളും അല്ലെങ്കിൽ ഗരത്തിനേക്കാളും എന്താണ്? ഗരത്തെ അപേക്ഷിച്ച് കൂടുതലാണ് കേട്ടോ. ഗരത്തെ അപേക്ഷിച്ച് കൂടുതലാണ് കേട്ടോ. അപേക്ഷിച്ച് കൂടുതൽ. കണികകളുടെ ഊർജ്ജം ഗരത്തെ അപേക്ഷിച്ച് എന്താണ്? കൂടുതലാണ്. ഊർജ്ജവും കുറച്ചുകൂടി എന്താണ്? കൂടുതലാണ് കേട്ടോ. ഹയർ ദാൻ സോളിഡ് ആണ്. അടുത്ത് നോക്കിയാലോ, അടുത്ത ദ്രാവകമാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. കണികകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത്, ദ്രാവകമല്ല, നെക്സ്റ്റ് വാതകമാണ് അല്ലെ. കണികകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് കേട്ടോ. വളരെ എന്താണ്? വളരെ കൂടുതൽ. ഇനി ആകർഷണ ബലം എന്താണ്? വളരെ കുറവാണ്. കണികകളുടെ ചലന വേഗത എന്ന് പറയുന്നത് എന്താണ്? അവർക്ക് ചലിക്കാൻ ഭയങ്കര കഴിവാണ് അല്ലേ. ഇതിലെ വേണേലും വാതകങ്ങൾക്ക് പോവാം. അപ്പോൾ വളരെ എന്താണ്? കൂടുതലാണ്. അടുത്തെന്താണ്? ഊർജം എന്ന് പറയുന്നത് എന്താണ്? വളരെ കൂടുതലാണ്. ഊർജം എന്ന് പറയുന്നതും വളരെ കൂടുതലാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഇംഗ്ലീഷ് ഒന്ന് നോക്കാവേ. ഇതിൻ്റെ ഇംഗ്ലീഷിലൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി പോവാം കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് വെരി ഹൈ. സോളിഡ് ആണെങ്കിൽ എന്താണ്? വെരി ഹൈ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത ലിക്വിഡ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹയർ ദാൻ സോളിഡ് എന്ന് എഴുതാം കേട്ടോ. ഹയർ ദാൻ എന്താണ്? അല്ല, ഇത് ആദ്യം സോളിഡ് ആദ്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വെരി ഹൈ ആണ് കേട്ടോ. വെരി ഹൈ എന്ന് എഴുതാം. നെക്സ്റ്റ് അടുത്ത് നോക്കിയേ, സ്പീഡ് ഓഫ് മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾ വെരി ലെസ് ആണ് കേട്ടോ. ഇനി അടുത്തത് എനർജി ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? വെരി ലെസ് ആണ്, തീരെ കുറവാണ്. അടുത്ത ലിക്വിഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ലിക്വിഡിൻ്റെ ആണ് എന്താണ്? ഹയർ ദാൻ സോളിഡ് ആണ് കേട്ടോ. ഹയർ ദാൻ എന്താണ്? സോളിഡ് ആണ്. സോളിഡിനേക്കാളും എന്താണ്? കൂടുതലാണ്. ഹയർ ദാൻ സോളിഡ് ആണ് കേട്ടോ. ഹയർ ദാൻ സോളിഡ് ആണ്. സോളിഡിനേക്കാളും എന്താണ്? കൂടുതലാണ്. നെക്സ്റ്റ് അടുത്ത് നോക്കിയേ, അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ലെസ് ദാൻ സോളിഡ് ആണ്. ലെസ് ദാൻ സോളിഡിനേക്കാളും എന്താണ്? കുറവാണ് കേട്ടോ. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സോളിഡിനേക്കാളും ഹയർ ദാൻ സോളിഡ് ആണ്. സോളിഡിനേക്കാളും എന്താണ്? കൂടുതലാണ് അല്ലേ. നമ്മുടെ വെള്ളത്തിൻ്റെ സ്പീഡൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. സോളിഡിനേക്കാളും അതിനെന്തുണ്ട്? കൂടുതലുണ്ട് അല്ലേ. ഹയർ ദാൻ സോളിഡ് ആണ് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ഗ്യാസിലോട്ട് നമുക്ക് പോകാം. എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഹയർ ദാൻ സോളിഡ് ആണ് കേട്ടോ. ഇനി ഗ്യാസിൻ്റെ അതിലോട്ട് പോയാൽ ഫസ്റ്റ് ഉണ്ട് ഡിസ്റ്റൻസ് എന്താണ്? വെരി ഹൈ ആണ് അല്ലേ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വെരി ഹൈ എന്ന് ഇവിടെ കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് അടുത്ത് നോക്കി, അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾ വെരി ലെസ് ആണ്. അട്രാക്ഷൻ വളരെ കുറവാണ്. സ്പീഡ് ഓഫ് മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ എന്താണ്? വെരി ഹൈ ആണ് കേട്ടോ. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? വെരി ഹൈ ആണ്. നെക്സ്റ്റ് അടുത്ത് എന്താ കൊടുത്തേക്കുന്നത്? എനർജി ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? വെരി ഹൈ തന്നെയാണ്. എനർജിയും അവർക്ക് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ പറയാനുള്ളത് നോക്കിയാലോ. അടുത്ത് എന്താ നോക്കിയാലോ. ഇതാ, ഓക്കെ. ഹരവസ്തുവിനെ ചൂടാക്കുന്നു എന്ന് കരുതുക. കണികൾ തമ്മിലുള്ള അകലത്തിനും കണികളുടെ ഊർജ്ജത്തിനും എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതാ ഇവിടെ ഒരു എന്ത് കൊടുത്തിട്ടുണ്ട്? എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എക്സാമ്പിൾ നോക്കിയിട്ട് നമുക്ക് മുകളിൽ പൂരിപ്പിക്കാം കേട്ടോ. ആദ്യം ഇവിടെ ഗരം കൊടുത്തിട്ടുണ്ട്. താപം ആഗിരണം ചെയ്യുന്നു. ഈ സാധനത്തിന് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? വാതകമായിട്ട് മാറും. ചൂടാക്കി കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും? വാതകമായിട്ട് മാറും. ഇതിനെ താപം എന്ത് ചെയ്യുന്നു? ഇതിനെ ആഗിരണം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും? ദ്രാവകമായിട്ട് മാറും. ഈ ദ്രാവകം വീണ്ടും ആഗിരണം ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? താപത്തെ ആഗിരണം ചെയ്തു കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും? വാതകമായിട്ട് മാറും. ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഐസിന്റെ കട്ട എടുത്തു. ഈ സാധനം നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് കിട്ടും? വെള്ളം കിട്ടും. വെള്ളത്തിനെ വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? ഒരു വാതകമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ശരിയാണോ? അത് വേപ്പേഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്.
ഇനി ഇവിടെ ചോദിച്ചിട്ടുണ്ട് കണികകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എന്താണ്? എന്നാൽ കൂടുതലാണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ്. ഹരവസ്തുവിനെ ചൂടാക്കുന്നു എന്ന് കരുതുക. കണികൾ തമ്മിലുള്ള അകലത്തിനും കണികളുടെ ഊർജ്ജത്തിനും എന്താണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്? ചൂടാക്കി കഴിഞ്ഞാൽ അകലം എന്ത് ചെയ്യുന്നു? കൂടുന്നു. ശരിയല്ലേ? ഖരത്തിനെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് ദ്രാവകമായിട്ട് മാറുന്നു. വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? വാതകമായിട്ട് മാറുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? കണികകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത് മക്കളെ? കൂടുന്നുമാണ്. കണികൾ തമ്മിലുള്ള അകലം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പോൾ ഊർജം എന്ത് തന്നെയാ ചെയ്യുന്നത്? കൂടുന്നു. ഊർജം എന്താ ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. ശരിയാണോ? ഇനി നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാട്ടോ. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ഒരു വാതകത്തെ തണുപ്പിച്ചാൽ എന്താണ് സംഭവിക്കുക? വാതകത്തെ തണുപ്പിച്ചാൽ എന്താ ചെയ്യുന്നത്? ഇതിന്റെ താപം പുറത്തോട്ട് വിടുകയാണ് ചെയ്യുന്നത്. സോ അതെന്തായിട്ട് മാറുന്നു? ദ്രാവകമായിട്ട് മാറുന്നു. ഇപ്പം വെള്ളം നമ്മൾ വാതകത്തെ എടുത്ത് തണുപ്പിച്ചു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും? എന്താക്കി മാറ്റിയെടുക്കാൻ പറ്റും എന്നാ പറയുന്നത്? ദ്രാവകമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. റെഡിയാണോ? നെക്സ്റ്റ് അതിന് ഇംഗ്ലീഷോട് ഒന്ന് നമുക്ക് പറഞ്ഞു പോവേ. ഓക്കെ, ഒരാളോട് പറയാനുണ്ടേ. ഇതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലോട്ട് പോവാം. ഓക്കെ. കണികകൾ തമ്മിലുള്ള അകലം കുറയുന്നു. കണികളുടെ ഊർജം കുറയുന്നു. വാതക ക്രമേണ ദ്രാവകമായിട്ട് മാറുന്നു. നമ്മൾ പറഞ്ഞു അല്ലേ, കണികൾ തമ്മിലുള്ള അകലം എന്താ ചെയ്യുന്നത്? കുറയുകയും. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഖരത്തിനെ ചൂടാക്കുമ്പോൾ അതിന്റെ കണികകളുടെ അകലം കൂടി ദ്രാവകമാവുന്നു. വീണ്ടും അകലം കൂടി എന്തായിട്ട് മാറുന്നു? വാതകമായിട്ട് മാറുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്നാൽ ഇതിനെ നേരെ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ എന്തെടുത്തു? ഫസ്റ്റ് നമ്മൾ വാതകത്തിന് നമ്മൾ എന്താ ചെയ്യുന്നത്? തണുപ്പിച്ച് കഴിഞ്ഞാൽ അതെന്താക്കി മാറ്റാൻ പറ്റും? ദ്രാവകമാക്കി മാറ്റാൻ പറ്റും. ദ്രാവകത്തിന് വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? ദ്രാവകത്തെ വീണ്ടും നമ്മൾ തണുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കി മാറ്റും? ഖരമാക്കി മാറ്റാൻ പറ്റും. റെഡി ആണോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? താപം പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. താപം എന്താ ചെയ്യുന്നത്? പുറത്തു വിടുകയാണ്. അപ്പം ദ്രാവകം നമ്മൾ തണുപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഖരമാക്കി മാറ്റുന്നു. ഒന്ന് നോക്കിക്കേ മക്കളെ, ഇപ്പം വാതകം ദ്രാവകമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കണികകൾ തമ്മിലുള്ള അകലം എന്താ ചെയ്യുന്നത്? കുറയുകയാണ് ചെയ്യുന്നത്. ഊർജം എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഇനി ദ്രാവകം ഖരമാക്കി മാറ്റുമ്പോൾ എന്താ ചെയ്യുന്നത്? വീണ്ടും കണികകൾ തമ്മിലുള്ള അകലം കുറയുകയും ഊർജം കുറയുകയും ചെയ്യുന്നു. ഊർജം എന്താ ചെയ്യുന്നത്? കുറയുകയും ചെയ്യുന്നു. റെഡിയാണോ? അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ കേട്ടോ. നെക്സ്റ്റ് അടുത്തത് ഇതിന് ഇംഗ്ലീഷിലോട്ടൊന്ന് പോവേ. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇവിടെ നോക്കിക്കേ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ സോളിഡിനെ ലിക്വിഡ് ആക്കി മാറ്റുമ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസിന് എന്താ സംഭവിക്കുന്നത്? ലിക്വിഡിനെ ഗ്യാസ് ആക്കി മാറ്റുമ്പോഴും ഡിസ്റ്റൻസിന് എന്ത് സംഭവിക്കുന്നു? ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. ഇനി എനർജി ലെവൽ എന്താ സംഭവിക്കുന്നത് മക്കളെ? എനർജി ലെവലും എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്? ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. എനർജി ലെവലും എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെൻ ദ സോളിഡ് ഈസ് ഹീറ്റഡ്, സോളിഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. ദ ഡിസ്റ്റൻസ് between each particle and their energy increases. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സോളിഡിനെ എടുത്തിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള കണികകൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിൻ്റെ എനർജി കൂടുകയും അതിൻ്റെ എനർജി ഇൻക്രീസ് ചെയ്യുകയും പാർട്ടിക്കിൾസിൻ്റെ അകലം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? ഇൻക്രീസ് ചെയ്യുന്നു. റെഡിയാണോ? ഓക്കെ. ഇനി നോക്കിക്കേ, സോളിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സോളിഡിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റിനെ എന്താ ചെയ്യുക? അവർ അബ്സോർബ് ചെയ്തെടുക്കും അല്ലേ. അത് ലിക്വിഡായിട്ട് മാറുന്നു. ഇതിനെ വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് അബ്സോർബ് ചെയ്തെടുത്ത് അതെന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. വെൻ ലിക്വിഡ്സ് ആർ ഹീറ്റഡ് ഗ്രാജുവലി ദെൻ ബിക്കം ഗ്യാസ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ലിക്വിഡിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഹീറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? ഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഗ്യാസിനെ കൂൾ ചെയ്തിട്ട് അത് എന്താക്കി മാറ്റാൻ പറ്റും? ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റും. ലിക്വിഡിനെ വീണ്ടും കൂൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്താക്കി മാറ്റാൻ പറ്റും? സോളിഡ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഈ ഒരു സ്റ്റേജസുമായിട്ട് നമ്മൾ പിടികിട്ടി വെക്കേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐസും കട്ട. ഓക്കെ, ഐസും കട്ടൻ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? വെള്ളമായിട്ട് മാറും അല്ലേ. ഈ വെള്ളം വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും? വാതകമായിട്ട് മാറും. വാതകം നമ്മൾ തണുപ്പിച്ച് വന്നാൽ ലാസ്റ്റ് നമുക്ക് എന്താക്കി എടുക്കാൻ പറ്റും? ഐസും കട്ടയാക്കി എടുക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ. ജസ്റ്റ് അതെന്ത് ചെയ്യാം? നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ മനസ്സിലൂടെ ഒന്ന് കൊണ്ടുപോകാം കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ പറയുന്നത് നോക്കിയാലോ. അടുത്തത് എന്താ പറയുന്നത് നോക്കാം അല്ലേ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം കേട്ടോ. അടുത്തത് ദ്രാവകത്തെ വീണ്ടും നമ്മളത് പറഞ്ഞു അല്ലേ. കർപ്പൂരം, നാഫ്തലിൻ തുടങ്ങിയ ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമാവുന്നു. ഇത് ചോദിക്കലുണ്ട് കേട്ടോ മക്കളെ. ഏതൊക്കെയാണ് സബ്ലിമേഷൻ അല്ലെങ്കിൽ ഉത്പതനം എന്നതിന് ഏതൊക്കെയാണ് എക്സാമ്പിൾ? കർപ്പൂരം, നാഫ്തലിൻ. അപ്പം നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? ഖരം, ദ്രാവകം, വാതകം, അങ്ങനെ 3 സ്റ്റേജസ് ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ ദ്രാവകമാവാനൊന്നും നിൽക്കൂല. ഈ സാധനം ഖരപദാർത്ഥമായിട്ടാണ് കിട്ടുന്നത്. ഒരു ഗുളിക പോലത്തെയൊക്കെയാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ ഖരപദാർത്ഥം
പദാർത്ഥം എന്താ ചെയ്യുന്നത്, ഡയറക്റ്റ് ആയിട്ട് ഇത് എന്തായിട്ട് മാറുന്നു, വാതകമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ഗ്യാസ് ആയിട്ട് ചേഞ്ച് ആകുന്നു. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഉത്പതനം എന്ന് പറയുന്നത്. എന്ത് പദനാണ്? ഉത്പതനം എന്ന് പറയുന്നത്. ഓർത്തിരിക്കണം, ചോദിക്കൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ഇങ്ങനെ ഒരവസ്ഥയിലുള്ള പദാർത്ഥം മറ്റൊരു അവസ്ഥയിലേക്ക് മാറുന്നതിനെ അവസ്ഥാ പരിവർത്തനം എന്നാ പറയുന്നത് കേട്ടോ. ഇവ നമ്മൾ എന്താ വിളിക്കുന്നത്? അവസ്ഥാ പരിവർത്തനം എന്ന് വിളിക്കുന്നു. ഓക്കെ, അവസ്ഥാ പരിവർത്തന സമയത്ത് ഏത് രൂപത്തിലുള്ള ഊർജ്ജമാണ് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ പുറത്തുവിടുന്നത്? ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ അതിന് മൊത്തമായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നോക്കിക്കേ. ഇവിടെ ഖരം താപം ആഗിരണം ചെയ്യുന്നത്. ചൂടാക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ചൂടാക്കുമ്പോൾ താപം ആഗിരണം ചെയ്ത് ദ്രാവകമാകുന്നു. ദ്രാവകം വീണ്ടും ചൂടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? താപം ആഗിരണം ചെയ്ത് വാതകമാകുന്നു. ഇനി വാതകം നമ്മൾ എന്താ ചെയ്യുന്നത്? തണുപ്പിക്കുന്നു, കൂൾ ചെയ്യുന്നു അല്ലേ? തണുപ്പിച്ചു കഴിഞ്ഞാൽ താപം പുറത്തു വിടുകയാണ്. കയ്യിലുള്ള താപം പുറത്തു വിട്ടത് എന്തായിട്ട് മാറുന്നു? ദ്രാവകമായിട്ട് മാറുന്നു. ദ്രാവകം വീണ്ടും നമ്മൾ കൂൾ ചെയ്യുന്നു അല്ലെങ്കിൽ തണുപ്പിക്കുന്നു. അപ്പോൾ ഇവൻ വീണ്ടും എന്താ ചെയ്യുന്നത്? താപം പുറത്ത് വിട്ടിട്ട് ഖരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിന് ഇംഗ്ലീഷിലൂടെ നമുക്കൊന്ന് പറഞ്ഞു പോവേ. ഓക്കെ, solid state like camphor and naphthalene when heated directly change to gas. അപ്പോൾ നാഫ്തലിൻ ആയിക്കോട്ടെ ക്യാംഫർ ആയിക്കോട്ടെ, ഇതെന്താ സംഭവിക്കുന്നത്? ഇത് ലിക്വിഡ് ആവാനൊന്നും നിൽക്കൂല. ഇവർ ഡയറക്റ്റ് ആയിട്ട് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദിസ് ഈസ് നോൺ ആസ് സബ്ലിമേഷൻ. ഇതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഉത്പതനം അല്ലെങ്കിൽ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. നോക്കി വെക്കണം കേട്ടോ മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. ദ ചേഞ്ചസ് ഓഫ് സബ്സ്റ്റൻസ് ഫ്രം വൺ ഫിസിക്കൽ സ്റ്റേറ്റ് ഇൻ ടു അനദർ ഈസ് കോൾഡ് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഒരു ഫിസിക്കൽ സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റ് ആകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ചേഞ്ച് ഓഫ് എന്താണ്? സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിക്ചർ നമുക്ക് ജസ്റ്റ് നോക്കിയാലോ. വെൻ ഹാപ്പൻസ് ടു ദ എനർജി ഓഫ് പാർട്ടിക്കിൾസ് വെൻ ഹീറ്റഡ് ഇറ്റ് ടു അബ്സോർബ് ആൻഡ് ലിബറേറ്റഡ്. അപ്പോൾ സിമ്പിളാണ്, നമ്മളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. സോളിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. സോളിഡിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ ഇവരെന്താ സംഭവിക്കുക? ഇവര് ഹീറ്റിനെ അബ്സോർബ് ചെയ്തെടുക്കും. ഓക്കെ, അങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറുന്നു? ലിക്വിഡ് ആയിട്ട് മാറുന്നു. വീണ്ടും നമ്മുടെ ലിക്വിഡിനെ ചൂടാക്കുന്നു. ചൂടാക്കുമ്പോൾ എന്ത്? വീണ്ടും എനർജി നമ്മുടെ ഹീറ്റിനെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്തെടുക്കും. അതെന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറും. ഇനി ഗ്യാസിനെ നമ്മൾ എന്താ ചെയ്യുന്നത് മക്കളെ? കൂൾ ചെയ്യുന്നു. ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂൾ ചെയ്യുന്നു. അപ്പോൾ ഇവരുടെ കയ്യിലുള്ള ഹീറ്റിനെ ഇവർ ലിബറേറ്റ് ചെയ്ത് പുറത്തോട്ട് വിട്ട് കളഞ്ഞിട്ട് ഇതെന്തായിട്ട് മാറുന്നു? ലിക്വിഡ് ആയിട്ട് മാറുന്നു. ലിക്വിഡിനെ വീണ്ടും നമ്മൾ കൂൾ ചെയ്യുന്നു. കൂൾ ചെയ്ത് എന്താ സംഭവിക്കുന്നത്? ഇവർ ഹീറ്റിനെ ലിബറേറ്റ് ചെയ്ത് പുറത്തോട്ട് വിട്ട് കഴിഞ്ഞിട്ട് ഇവരെന്തായിട്ട് മാറുന്നു? സോളിഡ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത സെക്ഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ താങ്ക് യു.